ചെയ്യാൻ പോകുന്നത് ബീഫ് വരട്ടിയതാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ആവശ്യമുള്ളത് സബോള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇഷ്ടം പോലെ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള പോലെ കട്ട് ചെയ്യാം. പിന്നെ ഞാൻ ഒരു നാരങ്ങ കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, പിന്നെ കറിവേപ്പില, പിന്നെ 2 പച്ചമുളക്, തേങ്ങ, പിന്നെ ഇഞ്ചി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ വെളുത്തുള്ളി ഇഞ്ചിയില്ലേ, അത് നന്നായിട്ട് ചതച്ചെടുക്കണ്ട, എടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് ഇതുപോലെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട എല്ലാ കറിയിലും ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മൾ ഇതുപോലെ വേവിക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി നമ്മൾ ഇട്ട് കൊടുത്ത ഉപ്പും മഞ്ഞളും കറിവേപ്പിലയും എല്ലാവരും കൂടി ഒന്ന് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വേറെ നോയ്സ് സൗണ്ടുകളൊക്കെ കേൾക്കേണ്ടത് ഇന്നലെ ഞാൻ സാധാരണ രാത്രിയാണ് വോയിസ് ഇടാറ്. എനിക്ക് ഇന്നലെ രാത്രി ഇടാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു പോവുക. ഇനി നമ്മൾ ബീഫിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ വെള്ളം പോകാനായിട്ട് ഓട്ടയുള്ള പാത്രത്തിൽ വെച്ച് ഊറ്റി വെള്ളം ഫുള്ളായിട്ട് കളഞ്ഞ ബീഫാണ് വേവിക്കാൻ വയ്ക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനൊരു 6 വിസിലടുപ്പിച്ചെടുക്കണം. ബീഫിന് നല്ല വേവുണ്ട്. നല്ലോണം വെന്തില്ലെങ്കിൽ ഒരു റബ്ബർ പോലെ ഇരിക്കും. നന്നായിട്ട് വേവണം ബീഫ്. മീറ്റ് മസാലയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. മീറ്റ് മസാലയ്ക്ക് പകരം ഞാനിവിടെ മസാലക്കൂട്ട് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്താണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ പെരിഞ്ജീരകം, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, കറുകപ്പട്ട, പിന്നെ ഗ്രാമ്പൂ, കുരുമുളക്, ഇത്രയും നന്നായിട്ട് ചതച്ച് ഞാൻ ഈ പ്ലേറ്റിൽ വെച്ചിട്ടില്ലേ അതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചെറുള്ളി കൂടുതൽ ചതച്ചെടുത്തിട്ടുണ്ട്, അത് നല്ല ടേസ്റ്റായിരിക്കും അതുകൊണ്ട് ചേർക്കുമ്പോൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് ചതച്ച് വയ്ക്കണമെന്ന്, അതും ചതച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ കുക്കർ ഇവിടെ ഇന്ന് വിസിലടിക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ടാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. കുക്കറിൽ ഇതൊന്ന് വിസിലടിച്ച് അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്കുള്ള ഗ്രേവി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് കൂടി നിൽക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചതച്ചിട്ടാലും കുഴപ്പമില്ല, എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റായിരിക്കും. ഇനി നമുക്ക് ഇട്ട് കൊടുത്തതൊക്കെ കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വരാനായിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് ഉപ്പാവാനും പാടില്ല കേട്ടോ. കാരണം നമ്മൾ ബീഫിനകത്ത് ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്, ബീഫിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. രണ്ടും കൂടിയും പ്ലസ് ആയി കഴിയുമ്പോൾ ഒരുപാട് ഉപ്പാവും. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചിടാം. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന കറികൾക്ക് മിക്ക കറികൾക്കും എരിവ് ഞാൻ കുറച്ചാണ് കേട്ടോ ഇടാറുള്ളൂ. കാരണം ആദ്യക്കൂട്ടനും കൂടിയും കഴിക്കാനുള്ളത് കൊണ്ട് എരിവ് ഞാൻ കുറച്ച് ഇടാറുള്ളൂ. പിന്നെ ഞാനിവിടെ 2 വറ്റൽമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു ഏകദേശമൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഇത് മൂടി വയ്ക്കാനേക്കാൾ മുന്നേ ഞാൻ പറയാൻ വിട്ടുപോയി, തേങ്ങാക്കൊത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടില്ലേ അതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
എങ്കിലേ നമ്മൾ ഇട്ട് കൊടുത്ത തേങ്ങ കൊത്തും കൂടി ഒന്ന് വേവുള്ളൂ, അല്ലെങ്കിൽ പച്ച പോലെ ഇരിക്കും തേങ്ങ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉണക്ക തേങ്ങ കേട്ടോ, വെള്ളമൊക്കെ പറ്റിയ തേങ്ങയുടെ ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വെള്ളം വറ്റിയിരിക്കുന്ന തേങ്ങയും നിങ്ങൾക്ക് കറികളിലൊക്കെ ചേർക്കാം കേട്ടോ, നല്ല ടേസ്റ്റായിരിക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇട്ട് കൊടുത്ത ഇതൊക്കെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തു. ഇനി നമുക്ക് 2 മിനിറ്റ് മൂടി വെച്ച് ഞാൻ വേവിച്ചു കേട്ടോ. അത് സവോളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് തന്നെ വേണം, ഇടയ്ക്ക് പച്ച അടിക്കാൻ പാടില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് മൂടി വെച്ചത്. ലോ ഫ്ലെയിമിലിട്ട് മൂടി വയ്ക്കുക. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് തുറന്ന് കഴിഞ്ഞപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സവോളയും ഉള്ളിയും ഇഞ്ചിയും എല്ലാനും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ 3-4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ചിലർക്ക് മല്ലിപ്പൊടിയൊക്കെ കൂടുതലിടുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മുളക് പൊടി ഒരു 1 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം എനിക്ക് എരിവ് കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമ്മൾ പച്ചമുളകൊക്കെ ഇട്ടുകൊണ്ട് പച്ചമുളകിനും എരിവുള്ള പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത ആ പൊടിയൊക്കെ ഒന്ന് പച്ചപ്പ് മാറാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മസാലക്കൂട്ടില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലക്കൂട്ടെല്ലാം നമ്മൾ ഫ്രഷായിട്ട് ചേർത്ത് കൊടുത്തത് കൊണ്ട് നന്നായിട്ടൊരു പച്ചപ്പൊക്കെ മാറാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ, നമ്മൾ ഈ ഇട്ട് കൊടുത്ത മസാലക്കൂട്ടില്ലേ, അത് നമുക്കൊന്ന് ചീനിച്ചട്ടിയിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് നേരം ഇതുപോലെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കണമെന്നില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്കങ്ങനെ ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് റെഡിയാക്കി എടുക്കണമായിരുന്നു. എന്നിട്ട് ഞാൻ ഇട്ട് കൊടുത്ത ആ മസാലക്കൂട്ട് ഇട്ട് കൊടുത്തതും കൂടി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചു. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത മസാലയുടെ ആ പച്ചപ്പൊക്കെ ഒന്ന് പോയിട്ടുണ്ടാവും. ഇനി ഒന്നും കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കുറച്ച് ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഉപ്പ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ടേസ്റ്റൊക്കെ നോക്കി ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഗ്രേവിയൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാനതിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തു കേട്ടോ. ബീഫ് ഇട്ട് കൊടുത്തത് ഞാൻ റെക്കോർഡായിട്ടുണ്ടാവുമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ നോക്കിയപ്പോൾ അത് റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. ബീഫൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി എല്ലാം നമ്മൾ ഇട്ട് കൊടുത്ത മസാല എല്ലാ ഭാഗത്തും പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നാരങ്ങയുടെ നമ്മൾ നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, നാരങ്ങയുടെ നീര് നമുക്ക് കുരുവൊന്നുമില്ലാതെ ഇതുപോലെ പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പുളിരസം കൂടി ചെറുതായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റായിരിക്കും അങ്ങനെ കൂടി ചെയ്ത് കഴിയുമ്പോൾ. ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് മൂടി വെച്ചും കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നും കൂടി മൂടി വെച്ചിട്ടും കൂടി ഒന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ആ മസാലയൊക്കെ കൂടി ആ ബീഫിനകത്തേക്ക് നന്നായിട്ട് ഇറങ്ങി ചെല്ലും. അതിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്തത്. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. എരിവ് നോക്കിയപ്പോൾ ഇച്ചിരി എരിവ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുത്തു. നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ആ മുളക് പൊടി ഇട്ട് കൊടുത്തതിൻ്റെ ആ പച്ചപ്പ് ഒന്നും കൂടി മാറാനായിട്ട് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചു കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത മസാലയൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളി പിന്നെ നമ്മൾ ഇട്ട് കൊടുത്ത മസാലയുടെ ആ ഫ്ലേവറും എല്ലാനും നമ്മുടെ ബീഫുമ്മേക്ക് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബീഫ്. ഇടയ്ക്കുള്ള ആ തേങ്ങാക്കൊത്തൊക്കെ കടിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ വച്ചിട്ടില്ലെങ്കിൽ ചെയ്തു നോക്കാം. മീറ്റ് മസാല ഇല്ലയെന്ന് ഓർത്തിട്ട് വിഷമിക്കണ്ട. ഇത്രയും കൂട്ടുകളുണ്ടെങ്കിൽ വേറൊരു മസാലയും ചേർക്കാണ്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് ബീഫ് റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രണ്ട്സ്.